എന്റെ മോളെ ഒന്നും പറയണ്ട സുത്തെ, നീ വൻപൊളി എന്ന് പറഞ്ഞാൽ നീ വൻപൊളി ആ കാര്യത്തിൽ. ഗൈസ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടില്ല. കാര്യം പറ, ഇത്ര എന്ന് പറഞ്ഞാൽ ഇത്ര ഹാപ്പി ആയിട്ടില്ല. ആരും എനിക്ക് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒന്നും എനിക്ക് തന്നിട്ടില്ല. ആദ്യം തന്നെ എനിക്കൊരു വലിയൊരു സർപ്രൈസ് ഈ സംഭവം എനിക്കാണെന്ന്. അതിന്റെ പുറമെ വേറെ സർപ്രൈസ്, ഇതേ റിങ്. ഗൈസ്, ഈ റിങ് കണ്ട കണ്ടുകൊണ്ട് സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസ്. ഈ സഞ്ജു ടെക് എന്ന് വെച്ചാൽ ഒരു സർപ്രൈസിന്റെ കൂമ്പാരം തന്നെയാണ്. സർപ്രൈസോട് സർപ്രൈസ്, എവിടെ കണ്ടല്ലോ ഏത് വീഡിയോ ഉണ്ടായാലും സർപ്രൈസ്. പണ്ടൊരിക്കൽ ഇതുപോലെ ഒരു സർപ്രൈസ് പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ആ കുട്ടിയുടെ ഫോട്ടോ വീഡിയോ അല്ലെങ്കിൽ ഇവിടെ വീണ്ടും വയ്ക്കാൻ മടിച്ചിട്ടാണ് ഞാൻ അത് വയ്ക്കാണ്ട് പോകുന്നത്. പണ്ടും ഇതുപോലെ, ഓ മുത്തേ നീയാണ് പൊളി, നീയാണ് സർപ്രൈസ്, നീയാണ് മാസം, നീയാണ് മാരകമെന്ന് തോന്നി ഇവൻ പണ്ടും കടന്ന് വിളിക്കും. ഇവൻ ഭയങ്കര ഉടായിപ്പ, ഭയങ്കര ഉടായിപ്പ. ഓ ഇതെങ്കിലും നീണ്ടു പോയാൽ മതിയായിരുന്നു എന്നാണ് ഞാനിപ്പോ പറയുന്നത്. അല്ലേ? പിന്നെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ആവുന്ന അവരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ വീണ്ടും ഇങ്ങനെ സർപ്രൈസ് ബാക്കിയാണ്. ഇത്രയും നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇത്ര വലിയൊരു സർപ്രൈസ് കിട്ടുമ്പോൾ നമുക്ക് മെന്റലി ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. അത് പറയണം. അതുപോലെ തന്നെ ഇപ്പൊ വിഷ്വലി ആണെങ്കിൽ ഇത്രയും വലിയൊരു പ്രസന്റേഷൻ, കുറെ കുറെ ബൊക്കേസും അതുപോലെ തന്നെ കുറെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുറെ ചെയേഴ്സും വലിയൊരു പരിപാടി നടത്തുന്ന ഫീൽ. അത് അപ്പൊ വിഷ്വൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. വിഷ്വലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇത് വേറെ പറഞ്ഞാൽ ഫിസിക്കൽ ഒബ്ജക്ട്, അതായിട്ട് ഇവിടെ ഒരു റിംഗ് തന്നത്. ഈ റിംഗ് ആണ് എനിക്ക് തന്നത് കേട്ടാ. അപ്പൊ ഈ റിംഗിനകത്ത് അടങ്ങിയ 3 എലമെന്റ്സ് പോലെ തന്നെയാണ് ഇവളുടെ 3 ഗിഫ്റ്റും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. സത്യം പറയാം, എനിക്ക് തോന്നുന്നില്ല എന്റെ അറിവിൽ ആരും ഇങ്ങനെ ഒരു ഐറ്റം. ഗൈസ്, നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാകും? ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു, എന്റെ അറിവിൽ ആരും ഇങ്ങനെ ഒരു പെങ്കൊച്ച വന്നു മുട്ടൂത്തി വെച്ച് ഫ്ലവറും പിടിച്ച് അല്ലെങ്കിൽ ഈ റിംഗും പിടിച്ച് വിൽ യു ബി മൈ വാലന്റൈൻ എന്ന് പറയണം. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നീ മാത്രമേ സ്വത്തേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു മൊമെന്റ് ഒരിക്കലും മറക്കത്തില്ല. കാര്യം അപ്പൊ ഇതുപോലെ വേറെ കണ്ടിട്ടില്ല അല്ലെ? പറഞ്ഞു വന്നത് വേറെ കണ്ടിട്ടില്ല. വാലന്റൈൻസ് ഡേക്ക് വേറെ ആരും പ്രപ്പോസ് ചെയ്ത് ഇമാതിരി സെറ്റപ്പിൽ ചെയ്യുന്ന ആരും കണ്ടിട്ടില്ല എന്നാണ് സഞ്ജു പറഞ്ഞു വന്നത്. അപ്പൊ ഈ ലോകത്ത് സഞ്ജു വേറെ വീഡിയോസ് ഒന്നും നോക്കിയിട്ടില്ല അല്ലേ? തുറന്നു നോക്കണം, വല്ലപ്പോഴൊക്കെ കയറി നോക്കണം. ഇങ്ങനെ തള്ളുക മാത്രമല്ലാണ്ട് വല്ലപ്പോഴും ഏതെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ കയറി നോക്കണം. ഉണ്ട്, ഞാനും കണ്ടായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോയി നേരെ സെർച്ച് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ അതുകൊണ്ട് ഇവിടെ വയ്ക്കുന്നില്ല. നീ കൂടുതലായിട്ട് സഞ്ജുവിന് എന്തിനു നാണം കിടത്തണ അല്ലേ? വേറെ ഉണ്ടേ, നോക്കടേ പോയി. നീ ഇങ്ങനെ ചുമ്മാ വന്നിരുന്ന് തള്ളി ആൾക്കാരെ പറ്റിക്കാണ്ട് പോയി നോക്കുമ്പോ ഇനിയും കാണും. ഇതല്ല, ഇതിന്റെ അപ്പുറം കാണും. ഇന്നലെ ഈ വാലന്റൈൻസ് ഡേ അന്ന് ഒരു സഞ്ജു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതും വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ മോനെ ഒരു സ്ക്രിപ്റ്റഡ് സാധനമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. വന്ന് ചുമ്മാ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ വന്ന് തള്ളാതെ ഇങ്ങനെ തള്ളി മറിക്കാതെ. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കുട്ടിയായിരുന്നപ്പോഴും ഇതുപോലെ തന്നെ തള്ളലിന് ഒരു കുറവുമില്ല. ഇമാതിരി തള്ളാൻ നിനക്കേ പറ്റത്തുള്ളൂ. ബാക്കിയാണ് സീരിയസ്ലി. കാരണം നന്നായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മാൻ ആണ് നീ. കാരണം അത്ര നന്നായിട്ട് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, കാരണം ഇതുപോലെ ഞാൻ എവിടെയും ചെയ്തിട്ടില്ല. എന്നെ അറിയാവുന്നവർക്കെല്ലാം ഞാൻ ഒരിക്കലും ഇതുപോലെ ചെയ്തിട്ടില്ല. ആൻഡ് എന്റെ ലൈഫിൽ ഞാൻ ഒരാളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ടില്ല ഇന്നേ വരെ. പക്ഷെ സീരിയസ്ലി യു ഡിസേർവ് ഇറ്റ്. ബിക്കോസ് എന്നെ നല്ല പൊന്നു പോലെ നോക്കുന്നുണ്ട്, നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അത് മതി, അതുപോലെ എന്നെ നോക്കിയാൽ മതി. അങ്ങോട്ടും തള്ളുന്നു, ഇങ്ങോട്ടും തള്ളുന്നു, അങ്ങോട്ടും തള്ളുന്നു, ഇങ്ങോട്ടും തള്ളുന്നു. പരസ്പരം തള്ളി മറിക്കുകയാണ്. ഒരു രക്ഷയില്ല, തള്ളലോടെ തള്ളല്. സഞ്ജു, ഇപ്രാവശ്യമെങ്കിലും കല എറിഞ്ഞോടി ഉടയ്ക്കാതെ നിൽക്കണം നീ. കഴിഞ്ഞ പ്രാവശ്യം നീ സത്യം ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ് മ്യൂച്വലി എടുത്ത് തീരുമാനമാണെങ്കിൽ ഓക്കെ പോട്ടെന്ന്. പക്ഷെ നീ തേപ്പാണ് തേച്ചളഞ്ഞ. അത് പിന്നെയാണ് അത് മനസ്സിലാക്കാൻ എനിക്കും കുറച്ച് സമയം വേണ്ടി വന്നു. എന്തായാലും കൊള്ളാടെ, വന്നിരുന്ന് തള്ളുന്നതിൽ ഒരു മയത്തിലൊക്കെ തള്ളണം. ഇങ്ങനെ തള്ളി നാട്ടുകാരെ മൊത്തം നീ പറ്റിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ള. എൻ്റെ മുത്തേ സഞ്ജു, ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നു, തള്ളലോട്. ഓ ഇതുപോലെ ഞാനൊരു വാലന്റൈൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിലെ. സർപ്രൈസ് ആയിട്ടുള്ള സർപ്രൈസ് ഇതാണ് സർപ്രൈസ് മോളെ, ഇതാണ്, നീയാണ് പൊളിയാണ്, നീയാണ് വൈബാണ്, നീയാണ് മുത്താണ്. എന്നാ തള്ളാടെ. എന്നിട്ട് സഞ്ജുവിൻ്റെ അടുത്ത് തിരിച്ച് നീ പൊളിയാണ്, നിന്നെ പോലൊരു കണ്ടിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. രണ്ടുപേരും കൂടെ പരസ്പരം തള്ളി ഒരു വഴിക്കായി. ബാക്കിയേക്കാം. എന്തായാലും പറയാം, എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സർപ്രൈസ് ആരും തന്നിട്ടില്ല. ഇനി എനിക്ക് തോന്നില്ല തരാൻ പോകണില്ലെന്ന്. സത്യം പറയാം, ഇത്രയും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണ് എന്നെ കാണുന്നതെന്നും ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. അതേപോലെ തന്നെ ഇത്ര ഒരു ഭയങ്കര ഇത് ഞാൻ ശരിക്കും ഡിസർവ് ചെയ്യണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടല്ലേ ഇത്ര ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി നീ ഡിസർവ് ആണ് അതില്. കാരണം നിന്റെ സ്നേഹത്തിന്റെ മുമ്പില് ശരിക്കും പറഞ്ഞ
ഗേൾസ് കഴിക്കുമ്പോൾ അത് അങ്ങനെയാണ്, അത് കിട്ടുന്നവർക്ക് അറിയത്തുള്ളൂ കേട്ടോ. കാരണം അത്രയും നന്നായിട്ട് നോക്കുന്നുണ്ട്, നല്ല എല്ലാം കൊണ്ടും പൊതിഞ്ഞു വെക്കുന്നുണ്ട്. സ്നേഹത്തിനാണെങ്കിലും കെയറിനാണെങ്കിലും സത്യം പറഞ്ഞ വഴക്കിനാണെങ്കിലും ഇല്ലെന്നില്ല, സഞ്ജു വഴക്കൊക്കെ ഇടും. പക്ഷെ എന്നാലും 10 മിനിറ്റ് മാക്സിമം, എന്റെ എക്സ്പീരിയൻസ് പറയാം, 10 മിനിറ്റ് കഴിയുമ്പോൾ സ്വത്തേന്ന് പറഞ്ഞ് വിളിക്കും. അതുകൊണ്ട് പക്ഷെ അതൊക്കെ സത്യമാണ്. നമ്മളെല്ലായിടത്തും വഴക്കുണ്ട്, അതൊന്നും ഒരിക്കലും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ വഴക്കുള്ളിടത്ത് അതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് കഴിയും സ്വത്തേ എവിടെ വന്നു അവിടെ കൊച്ചി കാണും ഫോട്ടില്. അപ്പൊ ഈ പ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലത്തെ സംഭവമായിരുന്നു. ഞാൻ എന്തായാലും കുറെ ആൾക്കാർക്കൊക്കെ ഗിഫ്റ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും പലർക്കാണെങ്കിലും ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് അത് വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്. ഓൾ താങ്ക്സ് ടു സ്വത്ത്. നീ കില്ലറായി, നീ വേറെ ലെവലാണ്. സത്യമായിട്ട് പറഞ്ഞ താങ്ക് യു കേട്ടോ. നീ ലൈഫിലോട്ട് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, പറയാൻ വന്നത് എല്ലാം കൊണ്ട് പറയാണ്, താള്ളി മറിയാണ്, അങ്ങോട്ട് തള്ളുന്നു ഇങ്ങോട്ട് തള്ളുന്നു, അങ്ങോട്ട് തള്ളുന്നു ഇങ്ങോട്ട് തള്ളുന്നു. സഞ്ജു, ഇത് നിനക്ക് പറ്റത്തുള്ളൂ ഇങ്ങനെ തള്ളാൻ. നീ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ തള്ളുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 1.5 തള്ളുകളാണ് തള്ളുന്നത്. എന്തായാലും ഇതെങ്കിലും നേരെ പോകണമെന്നേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ സഞ്ജു. ഇപ്രാവശ്യമെങ്കിലും ആരെയും പറ്റിക്കാതെ നേരെ പോകും. കഴിഞ്ഞ പ്രാവശ്യം നീ പറ്റിച്ചു അല്ലേ? ആണ്, നീ പറ്റിച്ചു. അതാണ് ഞാൻ ആദ്യമൊക്കെ എൻ്റെ വീഡിയോസിൽ ഞാൻ പറയുന്നത്, മ്യൂച്വലി എടുത്ത തീരുമാനമാണെങ്കിൽ പോട്ടെ. പിന്നെ നീതു വന്നിട്ട് മീൻസ് ആ കുട്ടി വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചു മ്യൂച്വലി പോകുന്ന തീരുമാനമാണെങ്കിൽ പോട്ടെ. അപ്പൊ നീ പറഞ്ഞു ഇത് ഫ്രണ്ടാണ്. ഓക്കെ, ഫ്രണ്ട് പോട്ട്, വീണ്ടും പോട്ട്. അവന് ചിലപ്പോൾ ആ റിലേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ആയിരിക്കും, ബ്രേക്ക് ചെയ്ത് പോയിട്ട് ഇത് ഫ്രണ്ട് ആയിരിക്കും എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ നീ റിലേഷനിലായതുകൊണ്ട് എനിക്ക് അസൂയെന്നൊന്നും നീ പറഞ്ഞോളയല്ലേ മുത്തേ, എനിക്ക് അസൂയെന്നൊന്നും പറഞ്ഞോളയല്ലേ. പക്ഷേ നീ ടക്കനെ അവിടെ നിന്ന് ചാടി ഇപ്പുറത്തോട്ട് കയറിയപ്പോൾ നീ അന്ന് അഭിനയിച്ചത് കള്ള അഭിനയമാണെന്ന് എനിക്ക് മനസ്സിലായി. നീ വിഷമം തോന്നി, നീ ഭയങ്കര സങ്കടത്തിൽ എന്താ അഭിനയിച്ചത് എനിക്ക് എന്തോ പോലെ തോന്നി. മനുഷ്യരല്ലേ, നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമുക്ക് തോന്നും ചില കാര്യങ്ങൾ. ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ തേച്ചൊട്ടിച്ചിട്ട് ചാടി മറിഞ്ഞതാണെന്ന് നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് തോന്നും. ആ സാധനം എനിക്ക് തോന്നിയുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. നീ പേടിക്കണ്ട, നീ മുത്ത ഇതെങ്കിലും കണ്ടിന്യൂ ചെയ്താൽ മതി. ആരെയും പറ്റിക്കാണ്ട് ചതിക്കാണ്ട് ഇതെങ്കിലും നീ നേരെ കൊണ്ടുപോകണം, മനസ്സിലായ? അല്ലാണ്ട് ഇതും തേച്ചൊട്ടിച്ച് വലിച്ചീറി ചവരി ഒട്ടിച്ചിട്ടുള്ള അനുഭവങ്ങളിലൂടെ പോവാതിരിക്കുക. ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പോവുക. പിന്നെ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി തള്ളാതിരിക്കുക. കാണുമ്പോൾ തന്നെ കാണുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും, അങ്ങോട്ട് തള്ളുന്നു ഇങ്ങോട്ട് തള്ളുന്നു. ഞാൻ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ പോലെ ബെസ്റ്റ് കപ്പിൾസ് വേറെ ഇല്ല. പണ്ടും ഇതേ ഫീലായിരുന്നു എനിക്ക്. പണ്ട് ഇതേ ഫീലായിരുന്നു. നിങ്ങൾ ഭാഗ്യം തന്നെ, ബെസ്റ്റ് കപ്പിൾസ്, അടിപൊളി എന്ന് ഞാനും അന്ന് ഫീൽ ചെയ്തു. ഇപ്പൊ അതേ ഫീൽഡിൽ നീ ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇതെങ്കിലും എറിഞ്ഞ് ഉടക്കാതെ മുന്നോട്ട് പോകാൻ നോക്കൂ. ചെറുകെട്ട് എല്ലാം നല്ലതിന് മാത്രം നടക്കട്ടെ. എന്തായാലും ആ കുട്ടിയും ചാനലൊക്കെ പച്ചപിടിച്ച് പോകുന്നുണ്ടല്ലോ മുന്നോട്ട്, നല്ലതാ. എല്ലാവരും നന്നായിട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം പുതുതായിട്ടും കമന്റ് അടിച്ച് നിരത്തിക്കും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.